ഒരു ഭാഗത്തേ മാറ്റിയിട്ടുള്ളൂ, ഒരു ഭാഗത്തേ മാറ്റിയിട്ടുള്ളൂ. നമ്മൾ ഈ ചായക്കട നിൽക്കുന്ന ഭാഗത്തെ മണ്ണൊന്നും മാറ്റിയിട്ടില്ല, ഇപ്പോഴും മാറ്റിയിട്ടില്ല. അവിടെ തൊടുമ്പോഴാണ് പ്രശ്നങ്ങളാവുന്നത്. ഹലോ മനോഹ്, ഇപ്പം തെരച്ചിൽ ഇന്നത്ര നിർത്തി വെച്ചിരിക്കുകയാണ്. ഈ ലോറിയുടെ കാര്യത്തിലും അർജുന്റെ കാര്യത്തിലും ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതെ, ഇപ്പം കർണാടക സർക്കാർ ഒരു തീരുമാനം എടുക്കാതെ ഇരുന്നാൽ ഇനി മുന്നോട്ട് എങ്ങനെയാണ്? ഈ ലോറിയുടെ കാര്യത്തിലും ഈ അർജുന്റെ കാര്യത്തിലും തീരുമാനം ഉണ്ടാവണ്ടല്ലേ? ഞമ്മക്ക് ഓന്റെ കാര്യത്തിൽ എന്താണെന്നുള്ള ഒരു കാര്യം അറിയന്നെ വേണം. നമുക്ക് ഇത്രയും ദിവസം പണിയെടുത്തപ്പോ അതിനാണല്ലോ. വണ്ടി അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവ് കിട്ടിയല്ലോ, മരങ്ങളൊക്കെ കണ്ടല്ലോ, കുറച്ച് മരം കിട്ടിയല്ലോ. ആദ്യത്തെ 4 ദിവസം നമ്മളെ ലോറി അവിടെ ഇല്ലാന്നല്ലോ പറഞ്ഞിരുന്നത്. ഇപ്പൊ മരങ്ങൾ കിട്ടി. പിന്നെ അതിന്റെ ഇടയ്ക്ക് എന്താണ് സോഷ്യൽ മീഡിയയിലൊക്കെ കേട്ട് വഴി തിരിച്ചു വിട് മനാഫ് എന്ന് പറഞ്ഞിട്ട്. ഹലോ, ഈ സമൂഹ മാധ്യമങ്ങളിൽ മനാഫിനെതിരെ ഒരുപാട് എതിരെ നെഗറ്റീവ് കമന്റ് പറഞ്ഞിട്ടുണ്ട്. മനാഫ് പറഞ്ഞ കള്ളത്തരമാണ്, മനാഫ് സത്യമല്ല പറയണെന്ന്. അതെ, ഹലോ, ഓർക്കൊക്കെ എന്തും പറയാലോ, അനുഭവിക്കുന്ന നമ്മളാണല്ലോ. ഞാൻ പറഞ്ഞതൊക്കെ എന്താണ് സത്യമാണെന്ന് അറിയുന്നവർക്കറിയാം. ഹലോ, ഇതിപ്പോ നമ്മളെ പോസിബിലിറ്റി ആദ്യം കരക്കാണ് ഈ ലോറി ഉണ്ടാവാൻ സാധ്യത ഉള്ളത്. കാരണം നമുക്ക് 9ാമത്തെ ദിവസമാണ് മരം കിട്ടുന്നത്. അതുവരെ നമ്മൾ പല സ്ഥലത്ത് അന്വേഷിച്ചിട്ടും മണ്ണിൽ തന്നെ പല സ്ഥലത്ത് നോക്കിയിട്ടും ഒരു കഷ്ണം പോലും മരം കണ്ടില്ലേനും. അപ്പം അപ്പത്തെ ഒരു നിഗമനം എന്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാല് ഈ കെട്ട് പൊട്ടിയുണ്ടാവൂല എന്നുള്ളതാണ് വിചാരിച്ചത്. ലോറിന്റെ കെട്ട് പൊട്ടാതെ വെക്കുമ്പോ അവിടെ എവിടെങ്കിലും തന്നെ ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോഴും ഒരു 4 കഷ്ണം മരമാണല്ലോ കിട്ടിയത്. അത് ലോറി പുഴയിലേക്ക് എത്തിയാൽ മാത്രമല്ല ആ മരം പുഴയിലെത്തുക. ലോറിക്ക് എന്തെങ്കിലും കല്ല് വന്ന് അടിച്ചാലും തെറിക്കല്ലോ മരങ്ങൾ കുറച്ചെങ്കിലും. മനാഫിന്റെ ഇതിൽ എന്താണ്, ലോറി കരയിലാണോ പുഴയിലാണോ മനാഫിന്റെ ഒരു നിഗമനം? അങ്ങനെയല്ല, കരയിലും പുഴയിലും ഒക്കെ സാധ്യതയുണ്ട്, അതിനൊന്നും ഒരു ഇതുമില്ല. എന്തായാലും ആ ഏരിയയിലാണ്, അതിലൊരു മാറ്റമില്ലല്ലോ. അവിടെ നിന്ന് മാറിയിട്ടില്ല. 4 സ്പോട്ടാണ് ഇവർ പറയണത്. ഇപ്പൊ 4 സ്പോട്ടില് ഞാൻ ഇപ്പൊ അവിടെ ഇല്ല, സ്പോട്ടിലില്ല. ഞാനിപ്പോ എന്ത് കാര്യങ്ങൾ അറിയുന്നതും പത്രത്തിലൂടെയും ന്യൂസ് ചാനലിലൂടെയും ഒക്കെ വാർത്ത എന്ന് പറയാൻ ലോറി 3 കഷ്ണങ്ങളായി പോയിട്ടുണ്ട്. അങ്ങനെ പോവാൻ സാധ്യത? 3 പീസ് എന്നല്ല, അത് ഞാൻ ഡിഎസ്പിനെ വിളിച്ചതാവട്ടെ. 3 പ്ലേസ് എന്നാ പറഞ്ഞത്. 3 പ്ലേസിൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നാണ്. അത് കേട്ടോടത്ത് ചെറിയ ഇവർക്ക് ആൾക്കാരില്ല, കേട്ടോടത്ത് ചെറിയൊരു കൺഫ്യൂഷൻ വന്നാ. ഒരു പ്ലേസ് എന്നാ പറയണേ, കർണാടകക്കാരാണല്ലോ ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോ പ്ലേസ് എന്നാ പറഞ്ഞത്. അത് പീസ് എന്ന് ആയിപ്പോയതാ, അല്ല 3 പീസ് ആവൂലെന്നല്ല. എന്തായാലും ആ പറഞ്ഞത് ഇങ്ങനെ. ഞാൻ മറ്റൊരു ഞാന് എന്താ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് സാധാരണക്കാരനാണ്. ഞാനിതില് വിദഗ്ധനൊന്നല്ല. എന്തായാലും നമ്മളെ ആവശ്യങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്. നമ്മള് മണ്ണിൽ തിരയാൻ വേണ്ടി പറയണത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ കാര്യം ആലോചിച്ചാൽ മതിയല്ലോ. പുഴയിലേക്കാണ് പോകണമെങ്കിൽ ഇത്രയും ദിവസം നേരം വയ്ക്കിയ സ്ഥിതിക്ക് ആ പോസിബിലിറ്റി കുറവാണ് അവന്റെ രക്ഷപ്പെടാനുള്ളത്. ആ ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ഉണ്ടാവുക ആ മണ്ണിന്റെ ഉള്ളിലാണെങ്കിലാണല്ലോ. അതാണ് നമ്മൾ മണ്ണ് മാറ്റാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അന്ന് മുതൽക്കേ അവിടെ പുഴയിലെ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിട്ടുണ്ടായിന്. മണ്ണ് ഒരു ഭാഗത്തേ മാറ്റിയിട്ടുള്ളൂ, നമ്മൾ ഈ ചായക്കട നിൽക്കുന്ന ഭാഗത്തെ മണ്ണൊന്നും മാറ്റിയിട്ടില്ല, ഇപ്പോഴും മാറ്റിയിട്ടില്ല. അവിടെ തൊടുമ്പോഴാണ് പ്രശ്നങ്ങളാവുന്നത്. അല്ല, ഞാൻ മറ്റൊരു ചോദിച്ചിട്ടുണ്ട്. ഈ കർണാടക ഗവൺമെന്റ് 13 ദിവസമായിട്ട് തെരച്ചിൽ നടത്തുന്നു. ഇനി തെരച്ചിൽ നടത്താൻ പറ്റില്ല എന്ന് പറയാം. തെരച്ചിലിന്റെ അവസാന നിമിഷം വരെ എത്തി, അതായത് ലോറി കണ്ടെത്താനായപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. അപ്പൊ ദുരൂഹത കാണല്ലേ ഇതിന് മൊത്തം ദുരൂഹതകൾ തന്നെ ഉള്ളൂ. ഇതിപ്പോ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. എന്തൊക്കെ വലിയ മല ഒന്നല്ല, ഒരു മലന്റെ ഒരു സൈഡിൽ കുറച്ച് ഭാഗം. ഇപ്പൊ ഇങ്ങനെ സൈഡിൽ കൂടിയേ ഡ്രോണിൽ കൂടി നോക്കുമ്പോഴേ, ഡ്രോണിന്റെ ക്യാമറ കൂടി നോക്കുമ്പോ മൊത്തം ഭയങ്കര വലിയ മല ആയിട്ട് തോന്നും. പക്ഷെ അവിടെ പോയാൽക്കറിയാം ഒരു മലന്റെ ഒരു ചെറിയ ഭാഗമാണ്, ഒരു വട്ടത്തില് ആണ് മണ്ണ് പോകുന്നത്. അതും നല്ല മണ്ണുണ്ട്, ഇല്ലാന്നല്ല ഞാൻ പറയാം. അതിന്റെ ആ മണ്ണില് എവിടെങ്കിലും ഒന്ന് ഉണ്ടാവുമല്ലോ, മണ്ണിലോ പുഴയിലോ
ഉം. ഈ വണ്ടി അതെ അതെ. വേറെ എവിടെയും പോകാനില്ലല്ലോ. ഇതിനെ തന്നെ പല ആൾക്കാരും പല രൂപത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നതാണ് വിഷമമുള്ള കാര്യം. ല്ലോ. പല നമ്മ- ഈ പറയാൻ ഇത്രയും പോലും എനിക്ക് ഇത്രയും അർത്ഥമാവില്ല. മനസ്സിലായി, അത്രമാത്രം ഒരു വൃത്തികേട്. മലയാളിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കർണാടക സർക്കാർ അല്ല ഇത്ര അല്ല 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 അതൊക്കെ തെറ്റാണ്. ഞാൻ നന്നായിട്ട് കന്നഡയിൽ സംസാരിക്കും. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് വിട്ടുതരാം. ഉം, നമ്മള് വെറും ഒരു അർജുനും വേണ്ടി മാത്രമല്ല അവിടെ പ്രശ്നം ഈ പ്രശ്നത്തിൽ ഉണ്ടാക്കിയത്. ഇടപെട്ടത്. ഉം, ഏയ് നമ്മൾ അവിടെ ഉള്ള എല്ലാരും ഭൂമിന്റെ അടിയിൽ മനുഷ്യന്മാരുണ്ട് എന്നാ പറഞ്ഞത്. അതിൽ ഉം, നമ്മൾ അർജുനും ഉണ്ട്. അതെ. ഹലോ, ഉം, അത് ഇവിടെ ഉള്ളവർക്ക് മനസ്സിലായില്ലെങ്കിൽ കർണാടകക്കാർക്ക് മനസ്സിലായിരിക്കും. മനസ്സിലായി. ഇപ്പൊ ഉം, മൊത്തം കാര്യങ്ങൾ ഏറ്റെടുത്ത മലയാളികളല്ലാലും ഇപ്പൊ അതെ അവിടുത്തെ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ കർണാടകക്കാരാണല്ലോ. ഉം, അതെ കർണാടകയിലെ സാധാരണ ജനങ്ങള് ഇവിടുത്തെ കേരളത്തിന് മാതിരിയല്ല. കർണാടക വലിയൊരു സ്റ്റേറ്റ് ആണ്. ആ സ്റ്റേറ്റിന്റെ പല ഭാഗത്തുനിന്ന് ആളുകൾ ഇപ്പൊ അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് അതെ പല സ്ഥലത്തും. പിന്നെ നമ്മളായിട്ട് പിന്നെ എന്താണ് ആ വിഷയത്തിന് കർണാടകയില് വലിയൊരു പ്രശ്നമാക്കണ്ടല്ലോ എന്ന് ആക്കണ്ട. വിചാരിച്ചില്ല. ഈ അതുകൊണ്ടാണ് നിർത്തിവെച്ച തെരച്ചിൽ ഇത് തുടരും എന്നതിന് മനസ്സിന് ഉറപ്പുണ്ടോ? ഈ നിർത്തിവെച്ച തെരച്ചിൽ തുടരാൻ ഇപ്പൊ ഒരു സാധ്യത? 4 ദിവസത്തേക്ക് നിർത്തി വെച്ചിരുന്നു എന്ന് പറയുന്നത്. 2 ദിവസം കൂടി കാത്തു നിന്നിട്ട് 2 ദിവസം കൂടി ഞാൻ കാത്തു നിന്നിട്ട് ഞാൻ രണ്ടാമത് ഇറങ്ങും. ഇപ്പൊ വീണ്ടും ഒരു ഇറങ്ങുന്നുണ്ട്. പല കാരണത്താലാണ് ഇപ്പം മിണ്ടാതെ നിൽക്കുന്നത്. ഞാൻ പിന്നെ നിങ്ങളെ ചാനൽ നിങ്ങൾ ചോദിച്ചതിനോട് ഞാൻ മറുപടി പറഞ്ഞെന്നുള്ളൂ. ഇനിയിപ്പോ 2 ദിവസം കൂടി നിർത്തിവെക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു തെരച്ചില്? നിർത്തി വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മളിപ്പോ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഈ പ്രഷർ ഇട്ടതിനോണ്ടാണല്ലോ ഇപ്പൊ ഇത് ഈ ഉം, തെരച്ചിലൊക്കെ ഈ ഈ- ഈ ഇത്രയെങ്കിലും ഒരു കാറ്റിയത്. അതെ അതെ. ഉം, നമ്മളിതിന് പ്രതികരിച്ചില്ലെങ്കിൽ എന്താവേനു? ഇത് സാധാരണ ആ റോഡൊക്കെ ഒന്ന് ക്ലിയർ ആക്കി വണ്ടികൾ ഓടാൻ തുടങ്ങി. ഇപ്പൊ വണ്ടികൾ ഓടാൻ തുടങ്ങി. വണ്ടികൾ അന്നേ ഓടിയിട്ട് ഇതെന്താവേനു? ഉം, എല്ലാവർക്കും എന്താ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു പറയുന്ന ആളുകൾക്ക് ബോഡി കിട്ടിയ ആൾക്കാർക്ക് 5 ലക്ഷം റുപ്യ കർണാടക ഗവൺമെന്റ് കൊടുത്ത് ഇത് തീർക്കേനു. ഉം, ഉം. കിട്ടാത്തവരോട് പറയും ഇവിടെ ഇല്ല എന്ന് പറയും. അതെ. അതല്ലേ നമ്മളോട് പറഞ്ഞതാണല്ലോ. അത് ലോറി ഒന്നും അവിടെ ഹലോ, ഇല്ലെന്നാണ് ആദ്യം പറഞ്ഞത്. 4 ദിവസം വരെ ലോറി ഇല്ലാന്ന് പറഞ്ഞു. 4-മത്തെ ദിവസം രാത്രിയാണ് എന്താവണത്? ഉം, ലോറി. കേരളത്തിൽ നിന്ന് ഉം, ജനങ്ങളെ ഇളകി വന്നത്. ആ ഇളക്കത്തോട് കൂടി എന്തായി? ഉം, ഇപ്പം ലോറി ഉണ്ട് എന്നുള്ളത് പറഞ്ഞല്ലോ. അതെ അതെ. ഉം. ഓക്കെ, ഒരുപാട് നന്ദി ആ, മനോജ്. ഓക്കെ. ഇതിന് വേറൊന്നുണ്ട്. ഒന്നാമത് എന്താ പറഞ്ഞാല് ഞാനിതില് നമുക്ക് ഇതൊക്കെ ലൈഫിൽ ആദ്യമായിട്ടുള്ള ഒരു സംഭവം. ഉം, ഉം, ഞാന് ഒരു മതമോ ഇതോ നോക്കാതാണ് ഇതിനും വേണ്ടിയിട്ട് ഓടി നടന്നത്. ഇതിനൊക്കെ കൂടി ഇപ്പൊ വർഗീയമായിട്ടാക്കി ഉം, ആളുകൾ ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുന്ന കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് മനസ്സിന്. ഓക്കെ. അതിനെതിരായിട്ട് ആളുകൾ പറയുന്നുണ്ട്, അത് സന്തോഷം. പ്രതികരിക്കണം. ഇങ്ങനത്തെ ആളുകളൊന്നും വളരാൻ വിടരുത്. നിങ്ങളെ ചാനൽ ഏതാ എന്താ ഒന്നും എനിക്കറിയില്ല. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് 4 ആൾ അറിയണതൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇത്ര ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിൽക്കുകയാണ്. മൊത്തം ലോകത്തുള്ള മലയാളികളും മറ്റുള്ള ആളുകളും ഇതിന് അർജുനും വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പല ചാനലുകാരും ഇതിനെ അനാവശ്യ വിവാദമാക്കാണ്. ഞാൻ അത്ഭുതപ്പെടുകയാണ്. ചില ഇപ്പൊ ഒരാൾ അയച്ചെന്ന ഒരു ചാനല് ഉം, മറ്റേ ഞാന് എന്താ മഹാരാഷ്ട്രയിലൊക്കെ നെക്സൽ ആളുകൾ ഉണ്ടല്ലോ കാട്ടില്. അതെ അതെ. ഓരോരുത്തരും മറ്റേ കള്ളമരങ്ങൾ വാങ്ങണ ആളുകളാണെന്ന് വരെ പറയുന്നു. ഉം, നിങ്ങൾക്ക് എല്ലാവർക്കും വന്നാ മനസ്സിലാവും. കോഴിക്കോട് ഓക്കെ. കല്ലായിലാണ് സ്ഥാപനം. സാഗർ ഉം, പോയറ്റംബർന്നാണ് പേര്. ഉം, ഉം, സകലമാന കാര്യങ്ങൾ അന്വേഷിച്ചോളി. ഉം. ഹലോ, ശരി അതൊന്നും ശരി. ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറയാണ് എന്താണെന്ന് കഴിഞ്ഞാല് എന്തൊക്കെ ഓരോരുത്തർ ചെറിയ വ്യൂസിനും വേണ്ടിയിട്ട് ചെയ്ത് കൂട്ടുന്നത്. അതെ അതെ. ഒന്നും ഒരു കാര്യമില്ല. നമ്മളിതൊന്നും നോക്കാൻ നിൽക്കുന്നില്ല. പൂർവാധീന ശക്തിയോട് കൂടി തന്നെ പൊരുതും. ശരി. ഹലോ, ഓക്കെ ഓക്കെ മനോജ്. ഓനെ നമ്മൾ തിരിച്ച് എങ്ങനെങ്കിലും എന്താ പറയാ ഏത് രൂപത്തിൽ ഓനെ കിട്ടിയാലും അതും കൊണ്ട് നാട്ടിലേക്ക് വന്നിട്ടേ ബാക്കി കാര്യമുള്ളൂ. ശരി മനോജ്. ഓക്കെ. ഓക്കെ ഓക്കെ.